പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. സൗദിയിലെ തബൂക്ക് പ്രവിശ്യയിൽ കടലിൽ നിന്ന് കിട്ടിയ ഇരുമ്പ് കൂട്ടിൽ കടൽക്കൊള്ളക്കാരന്റെ മൃതദേഹം കണ്ട് ഞെട്ടിയിരിക്കുകയാണ് പ്രവാസ ലോകം മുഴുവനും. നടന്നത് വേറൊരിടത്തുമല്ല, സൗദിയിലെ തബൂക്ക് പ്രവിശ്യയിലാണ്. സൗദിയിലെ തബൂക്ക് പ്രവിശ്യയിലെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഖയാൽ സെന്ററിനടുത്തുള്ള ചെങ്കടലിൽ 12 മീറ്റർ ആഴത്തിൽ കണ്ടെത്തിയ ഇരുമ്പ് കൂട്ടിലെ മൃതദേഹം കണ്ടുനിന്നവരെ പരിഭ്രാന്തരാക്കിയിരുന്നു. 2 മീറ്റർ നീളവും 1/2 മീറ്റർ വീതിയുമുള്ള വലിയ ഇരുമ്പ് കൂട്ടിൽ മെറ്റൽ കേബിൾ കൊണ്ട് കെട്ടിയിട്ട രീതിയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇരുമ്പുകൂട് താഴുകൊണ്ട് കൂട്ടിയിടപ്പെടുകയും ചെയ്തിട്ടുമുണ്ട്. കടലിൽ മുങ്ങൽ വിനോദത്തിലേർപ്പെട്ട സംഘം 12 മീറ്റർ ആഴത്തിൽ ഇരുമ്പുകൂട് കാണുകയും അതിൽ മൃതദേഹം പോലെയുള്ള സാധനം കണ്ടെത്തുകയും ചെയ്തതിനെ തുടർന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയായിരുന്നു. സുരക്ഷാ വിഭാഗം മുങ്ങൽ വിദഗ്ധരുടെ സഹായത്താൽ ഇരുമ്പുകൂട് പുറത്തെടുക്കുകയും ചെയ്തു. അതിർത്തി സേനാ ഉദ്യോഗസ്ഥർ, രക്ഷാപ്രവർത്തകർ, ഫോറൻസിക് വിഭാഗം, ഡോക്ടർമാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഇരുമ്പുകൂട് തുറന്ന് പരിശോധനയും നടത്തിയിരുന്നു. കൂട്ടിനുള്ളിൽ മനുഷ്യ ശരീരമല്ലെന്നും മനുഷ്യ ശരീരത്തിന്റെ അസ്ഥികൂടത്തിന്റെ രൂപത്തിലുള്ള പ്ലാസ്റ്റിക് മോഡലിലുള്ള പാവയാണെന്നും ഫോറൻസിക് വിഭാഗം സ്ഥിരീകരിച്ചു. പാവയെ ഇരുമ്പുകൂട്ടിനുള്ളിൽ മെറ്റൽ വയറുകളാൽ പരസ്പരം ബന്ധിപ്പിക്കുകയും ചെയ്തിട്ടുമുണ്ട്. തവിട്ട് നിറത്തിലുള്ള വസ്ത്രങ്ങൾ, തവിട്ട് നിറത്തിലുള്ള തൊപ്പി, സ്ലീവ്ലെസ് ഷർട്ട്, നീളമുള്ള കറുത്ത പാൻസ്, തലയിൽ വിഗ് എന്നിവയും പ്ലാസ്റ്റിക് പാവയ്ക്കുണ്ട്. കടൽ കൊള്ളക്കാരുടെ വസ്ത്രങ്ങളോട് സാമ്യമുള്ള വസ്ത്രവും വേഷവുമാണ് ഒറ്റ നോട്ടത്തിൽ പാവയ്ക്കുള്ളത് തന്നെ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.